everyone, welcome back to my channel. എല്ലാവർക്കും ഹബീസ് ടീച്ചിങ് വേൾഡിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. 5th സ്റ്റാൻഡേർഡിലെ ആര്യ ഇൻ കോക്ക്പിറ്റ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇവിടെ നോക്കാം. സൂൺ ആര്യ ഹെഡ് ഓഫ് ആംഗുലിയ ബൈ കുമുദമ്മാൾ ആൻഡ് സർല തക്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ആര്യയ്ക്ക് റോസമ്മയാവാനായിരുന്നു ആഗ്രഹം, രണ്ടാമത് കൽപ്പന ചൗള, മൂന്നാമത് അമീലിയ എയർഹട്ട്, നാലാമത് ആരാണ് ആംഗുലിയ ബായ്. അതിനെ പറ്റി നമുക്ക് നോക്കിയിട്ട് പോകും. ഫസ്റ്റ് വുമൺ ടു ഒബ്റ്റെയിൻ എ പൈലറ്റ് ലൈസൻസ് ഇൻ ഇന്ത്യ. അതായത് ആദ്യത്തെ ഒരു സ്ത്രീയാണ് പൈലറ്റ് ലൈസൻസ് കിട്ടിയ ആദ്യത്തെ സ്ത്രീയാണ് ആരെന്ന് പറയുന്നത് അമീലിയ ഭട്ട്. അതുപോലെ തന്നെ കുമുദമ്മാൾക്കും ആദ്യമായിട്ട് കിട്ടി പൈലറ്റ് ലൈസൻസ് ഇന്ത്യയിൽ കിട്ടിയ ആദ്യത്തെ വുമൻസ് ആണ് ഇവർ രണ്ടുപേരും. സോറി, അമീലിയ ബായ്. ഓക്കെ, അപ്പം മദ്രാസ് ഫ്ലൈയിങ് ക്ലബിൽ 1935 മദ്രാസ് ഫ്ലൈയിങ് ക്ലബിലാണ് ഇവർക്ക് പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് സർല തക്രൻ, ആദ്യമായി വിമാനം പറത്തിയ ഇന്ത്യൻ വനിതാ പൈലറ്റ്. 1936 ലൈസൻസ് 21-ാം വയസ്സിൽ നേടിയെടുത്തു. ഫൈറ്റർ പൈലറ്റ്, യുദ്ധവിമാന പൈലറ്റ്. അതുവരെ എത്തിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അതായത് ആദ്യമായിട്ട് വിമാനം പറത്തിയ ഇന്ത്യൻ വനിതാ, അതായത് സർല തക്രൻ എന്ന് പറയുന്നത് ആദ്യമായിട്ട് വിമാനം ഇന്ത്യൻ വനിത എന്ന നിലയിൽ ആദ്യമായിട്ട് വിമാനം പറത്തിയ വനിതയാണ് ആരെന്ന് പറയുന്നത് ഈ സർല തക്രൻ എന്ന് പറയുന്നത്. 1936 21-ാം വയസ്സിൽ ലൈസൻസ് നേടിയെടുത്തു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പലപ്പോഴും പല ആഗ്രഹങ്ങളായിരിക്കും. എനിക്ക് ഈ ഒരു 8-ാം വയസ്സൊക്കെ ആകുമ്പോഴത്തേന് എനിക്ക് ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. 5-ാം ക്ലാസ് തൊട്ട് 10 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഡോക്ടർ ആവാനായ ആഗ്രഹം. ഇതുവരെ അത് മാറിയിട്ടില്ല, ഇനി മാറുമെന്ന് എനിക്ക് അറിഞ്ഞും കൂടാ. ഓക്കെ, റോസമ്മ ആവാനായിരുന്നു ആദ്യം അവൾക്ക് ആഗ്രഹം, പിന്നീട് കൽപ്പന ചൗള ആവാനായിരുന്നു ആഗ്രഹം, പിന്നീട് അമീലിയ എയർഹട്ടായി, അതുപോലെ തന്നെ ആംഗുലിയ ബായി ആയി, പിന്നീട് അത് കഴിഞ്ഞിട്ട് കുമുദമ്മാള്, അത് കഴിഞ്ഞിട്ട് സർല തക്രൻ. ഓക്കെ, നോക്കിക്കോളാം. പിന്നീട് ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ അത് പറഞ്ഞു. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഫ്ലൈ എ പ്ലെയിൻ. സർല തക്രനിൽ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇന്ത്യൻ വനിത എന്ന നിലയിൽ ആദ്യമായിട്ട് വിമാനം പറത്തിയ സ്ത്രീയാണ്. ആംഗുലിയ ബായ് വാസ് ജസ്റ്റ് 16 years old. ആംഗുലിയ ബായ്ക്ക് 16 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഐ കാൺ വെയിറ്റ് ടിൽ ഐ ആം എ ടീനേജർ. ടീനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ്, അതാണ് ഒരു ടീനേജർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടീനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെ, 18-19 വയസ്സ് വരെയാണ് ടീനേജറിൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത്. അതായത് ഒരു 13 വയസ്സ് എൻ്റെ പ്രായം. ഓക്കെ, എനിക്ക് 12 വയസ്സേ ഉള്ളൂ, പക്ഷേ എന്നെ നേരത്തെ സ്കൂളിൽ കൊണ്ട് ചേർത്തോളാണ് ഞാൻ 8-ാം ക്ലാസ്സിൽ ഇരിക്കുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ 7-ാം ക്ലാസ്സിൽ ഇരിക്കേണ്ടതാണ്. ഓക്കെ, സോ യു ക്യാൻ ഡ്രൈവ്. എനിക്ക് ഒരു ടീനേജർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, നോ, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. സോ യു ക്യാൻ വോട്ട്, നിനക്ക് വോട്ട് ചെയ്യാൻ കഴിയുമോ? ഇല്ല, എനിക്ക് വോട്ട് ചെയ്യാനും കഴിയില്ല. ദെൻ വാട്ട്? സോ ഐ ക്യാൻ ഫ്ലൈ. പിന്നെന്താ, പക്ഷെ എനിക്ക് പറക്കാൻ കഴിയുമല്ലോ, ആണ് പറയുന്നത്. വെൻ ആര്യ വാസ് 18 years old, ആര്യയ്ക്ക് 18 വയസ്സായപ്പോൾ ഷീ വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അതായത് ആര്യ എന്ന് പറയുന്ന ആ കുട്ടിക്ക് 18 വയസ്സായപ്പോൾ അവൾക്കൊരു എന്താവാനായിരുന്നു, ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. ഫൈറ്റർ പൈലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെയാണ്. നമ്മളിങ്ങനെ ബോംബൊക്കെ ഇടുന്ന വിമാനം ഇല്ലേ, ആ വിമാനത്തിലെ പൈലറ്റ് ആവാനായിരുന്നു ആഗ്രഹം. എന്തരാണല്ലേ. നെക്സ്റ്റ് നോക്കാം. പിന്നെ Who are they, Chichi? asked her little brother Raju, seeing a poster on her wall. ഇത് ആര്യ എടുത്ത് ഇങ്ങനെ അവളുടെ ഒരു കൊച്ചനിയൻ ചോദിക്കുകയാണ്, രാജു എന്നാണ് പേര്, ചോദിക്കുകയാണ് ഹൂ ആർ ദേ ചേച്ചി, ആരാവരൊക്കെ ചേച്ചി എന്ന് ചോദിക്കുകയാണ്.
എന്താണ് എന്ത് കണ്ടിട്ടാണ് ഈ ഒരു വാളിൽ അവൾ ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്റ് കണ്ടിട്ട്. ദേ ആർ ഭാവന, ആവനി ആൻഡ് മോഹന. എന്താണ് അവര് ഭാവനയും അതുപോലെ ആവനിയും മോഹനയുമാണ്. ഓക്കെ. ദ ഫസ്റ്റ് വുമൺ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് പറത്തിയ വനിതകളാണ് അവര്. എന്താ പറയണം, ആർ ദേ യുവർ ഫ്രണ്ട്സ്? അവർ നിന്റെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കാണ്. ഓക്കെ. ആര്യ ലാഫ്ഡ്. എന്താണ് ആര്യ ഇങ്ങനെ ചിരിച്ച്, അവരോ എൻ്റെ ഫ്രണ്ട്സോ? ബെസ്റ്റ് എന്നിങ്ങനെ. മേ ബി സം ഡേ രാജു. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ആയേക്കാം എന്ന് ചോദിക്കാണ്. ഇപ്പം തന്നെ ആവും, കാത്തിരുന്നു. ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് നോക്കാം. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. എന്താണ് ആര്യ ഇങ്ങനെ പൈസ കൂട്ടി വെച്ച് എന്തിന്? ഫ്ലൈയിങ് സ്കൂളിൽ പോകാൻ. ഈ എയർ ഹോസ്റ്റസും പൈലറ്റും ഒക്കെ ആവാനായിട്ട് സ്കൂളിൽ പോകൂലേ ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. അവൾ വർഷങ്ങളോളം പഠിച്ചു. ഷീ സാറ്റ് എലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. എന്താണ് അവൾ ഈ പൈലറ്റുകളുടെ കൂടെയൊക്കെ നടന്നു. എന്തിന്? അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് ഈറ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. എന്താണ് അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ക്യാരറ്റുകളും കഴിച്ചു. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ്സ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. ക്യാരറ്റ് കണ്ണിന് നല്ലതാണെന്ന് പറഞ്ഞു. അതായത് ഈ പൈലറ്റ്സിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നല്ല കണ്ണിന് കാഴ്ച വേണം. അങ്ങ് ദൂരെയുള്ള കാര്യങ്ങൾ, ദൂരേന്ന് മിസൈൽ വന്നാലും അവർക്ക് ഇവിടെ ഇരുന്ന് അറ്റാക്ക് ചെയ്യാൻ ഇത് കാണണ്ടേ? അതിന് കണ്ണിന് കാഴ്ച വേണം. അതുപോലെ തന്നെ ആര്യ ഒരുപാട് ക്യാരറ്റുകൾ കഴിച്ചു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്പിറ്റ് ഹെർസെൽഫ്. അവസാനം അവളുടെ സ്വന്തമായിട്ട് കോക്പിറ്റിലിരിക്കാൻ പ്രാപ്തയായി. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ഇന്ന് എന്താണ് ആര്യയ്ക്ക് ഒരു പ്രത്യേക ദിവസമാണ്. ദാറ്റ്സ് ഹർ ഇൻ ദ കോക്പിറ്റ്. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് കോക്പിറ്റിലിരിക്കുന്ന ദിവസമാണ്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് there are 2 special passengers on her plane this morning. ഈ ഒരു രാവിലെ ഈ ഒരു പകൽ സമയത്ത് ആ ഒരു പ്ലെയിനിൽ അവൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള 2 പാസഞ്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ. വെൽക്കം അബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സ്ത്രീകളെ, പുരുഷന്മാരെ എന്ന് പറയാണ്. നമ്മളിങ്ങനെ കേട്ടില്ലേ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻസ് വെൽക്കം ബാക്ക് ടു അവർ ഷോ എന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? അതുപോലെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ. എന്താണ് ഇനി മുതൽ നിങ്ങളുടെ ക്യാപ്റ്റൻ ഇതാണ് എന്ന് പറയാണ്. ഓക്കെ. എന്താണ് ഇതാണ് നമ്മൾ സാധാരണ ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളത് നമ്മളിങ്ങനെ പരിചയപ്പെടുത്തും. ഓക്കെ. അപ്പം ഞാൻ ഇതുവരെ ഫ്ലൈറ്റിലൊന്നും കയറിയിട്ടില്ല. നിങ്ങൾ കയറിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. എന്താണ് ഇതാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ ആര്യ എന്ന് പറയാണ്. ഓക്കെ. വെൽക്കം അബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്വാഗതം എന്ന് പറയാണ്. ഓക്കെ. എന്നിട്ട് പറയാണ് ചേച്ചി. രാജു വാസ് ത്രിൽഡ്. രാജു ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ്. ചേച്ചിയോ എന്നിങ്ങനെ ചോദിക്കാണ്. യെസ് മൈ ഡോട്ടർ. അപ്പം അമ്മ പറയാണ് യെസ് മൈ ഡോട്ടർ, അതെ എൻ്റെ മകൾ. രാജുസ് മദർ ഹഗ്ഡ് ഹിം. എന്നിട്ട് രാജുവിൻ്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ചു. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് ആര്യയുടെ അമ്മയും അനിയനുമായിരുന്നു. അപ്പോൾ ഈ ഒരു കഥയിൽ നമുക്ക് മനസ്സിലാക്കാം, നമ്മളൊരു സംഭവം ആവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടാവാൻ കഴിയും. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ നമ്മളെ കൊണ്ടാവാൻ കഴിയും. ഈ ഡോക്ടർ ആവാന്നൊക്കെ പറയുന്നത് ഒരു ഇത്തിരി മണി പരിപാടിയൊന്നും അല്ല. കുറേ നേരത്തെ കഷ്ടപ്പെടണം. ഏകദേശം 6 വർഷത്തോളം സ്റ്റഡി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ. ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചെടുക്കും എന്തോ ഇപ്പോഴേ പഠിക്കാൻ വയ്യ, ഇനിയാണ് അത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.